ഇന്നത്തെ വൈകിയവേളയിൽ ഞാൻ എന്താണ് കർത്താവേ നിന്റെ ജനത്തിന്റെ മുമ്പിൽ സംസാരിക്കേണ്ടത് എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാവൽക്കാരനായിരിക്കുന്നു എന്ന് ജനത്തോട് ഇടപെടണം എന്ന് ദൈവാത്മാവ് എന്നോട് പറയുകയുണ്ടായി. ഞാൻ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഈ വചനം കേൾക്കുന്നതായ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിൽ ഞാൻ പല രീതികളിൽ ഇടപെട്ടിട്ടുണ്ട് കഴിഞ്ഞ നാളുകളിൽ. എന്നാൽ ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ കാവൽക്കാരനായിരിക്കുന്നു എന്ന് വിളിച്ചു പറയണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച ഒരു ചെറിയ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ച് ഞാൻ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 121 സങ്കീർത്തനം, അതിന്റെ 3-4 വാക്യങ്ങൾ. 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, 4-ാം വാക്യം, അതാണ് നമുക്ക് ഇന്ന് വായിക്കുവാനുള്ളതായ ഭാഗം. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. ഈ ഭാഗത്ത് നിന്നുമാണ് ദൈവം ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാവൽക്കാരൻ എന്ന ഈ സബ്ജക്റ്റിനോടനുബന്ധിച്ച് നിങ്ങൾ പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ട വചനത്തെ ഒന്നുകൂടെ ഓർപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം. കാവൽക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തോടനുബന്ധിച്ച് ഇന്ത്യയിലുള്ളതായ സാഹചര്യത്തിൽ നമുക്കറിയാം, പല ഏരിയാസിൽ കാവൽ ജോലി ചെയ്യുന്ന പല സഹോദരന്മാരെ നാം കണ്ടിട്ടുണ്ട്. ഈ കോവിഡിന്റെ ഒക്കെ കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ ആരോഗ്യത്തിനും ജീവനും വേണ്ടി കാവൽ നിൽക്കുന്നവരാണ് മെഡിക്കൽ ഫീൽഡിലുള്ളവർ. അതുപോലെ തന്നെ ജനം ഗവൺമെന്റ് പറയുന്നതായ നിയമങ്ങളെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടി ഡ്യൂട്ടിയിൽ നിൽക്കുന്ന കാക്കുന്ന വിഭാഗമാണ് പോലീസ് വിഭാഗം എന്ന് പറയുന്നത്. ഇങ്ങനെ പല വിധത്തിലുള്ള കാവൽ ജോലിക്കാരെ കൊണ്ട് സുപരിചിതമായ ഒരു സമൂഹത്തിലാണ് നാം വസിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായാണ് ഈ കാവൽക്കാരൻ എന്ന കൺസെപ്റ്റ്, ആ ആശയം നമുക്ക് യഹൂദ പശ്ചാത്തലത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ സങ്കീർത്തനം എഴുതപ്പെടുമ്പോൾ സങ്കീർത്തനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടായി നാം കാണേണ്ട കാവൽക്കാരൻ എന്ന് പറയുന്നത് പ്രാചീന കാലത്തെ പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ ആ യഹൂദന്മാരുടെ കാവൽ കാക്കുന്ന ആ രീതി നാം മനസ്സിലാക്കിയിരിക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇന്ന് നമുക്ക് പട്ടണങ്ങളും ഓഫീസുകളും ഒക്കെ കാക്കുന്നതിനാണ് കാവൽക്കാർ ഉള്ളത് എങ്കിൽ അന്ന് യഹൂദ ജനങ്ങളുടെ ഇടയിൽ കാവൽ കാക്കുക എന്ന് പറയുന്നത് മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവൽ കാക്കുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു, കാവൽക്കാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ഉണ്ടാക്കിയിരിക്കുന്നതായ വയലുകൾക്ക്, വയൽ വിളയുമ്പോഴത്തേക്ക്, മുന്തിരിത്തോട്ടം വിളയുമ്പോഴത്തേക്ക് അതിന്റെ ഫലം ശത്രുക്കൾ കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾ ഭക്ഷിക്കാതിരിക്കുന്നതിന് വേണ്ടി കാവൽ കാക്കുന്നതായ അനേകം ജനങ്ങളെ കുറിച്ച്, അനേകം കാവൽക്കാരെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫലശേഖരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി കാവൽ കാക്കുന്നതായ ജനം, അതാണ് കാവൽക്കാരെന്ന് യഹൂദ പശ്ചാത്തലത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടതായ കാവൽക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പഴയ ഇന്ത്യൻ ചരിത്രമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഓരോ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ, നാട്ടുരാജ്യങ്ങളായിട്ടാണ് ഇന്ത്യ ആയിരുന്നത്. ഗ്രാമപ്രദേശങ്ങൾക്ക് ഒരു മൂപ്പനും നാട്ടുമൂപ്പനും നാട്ടുരാജാവായി കഴിയുന്നതായ ആ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഓരോ രാജ്യത്തിനും അതിന്റെ എൻട്രൻസിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു നഗരവാതിൽ ഉണ്ടായിരിക്കും. വേദപുസ്തകത്തിൽ നമുക്ക് ആ ആശയം പല ഭാഗങ്ങളിലും കാണുവാൻ സാധിക്കുന്നുണ്ട്. നഗരവാതിൽ ഉണ്ടായിരിക്കും. ആ നഗരവാതിലിന്റെ അടുക്കൽ ഒരു പട്ടണം, ഒരു ഗ്രൂപ്പ് പട്ടാളം അതിനെ കാക്കുന്നതിന് വേണ്ടി, അതിനകത്തേക്ക് കയറുന്ന വ്യക്തികളെ അവർ ശത്രുക്കളല്ല എന്ന് പരിശോധിച്ച് അകത്തേക്ക് വിടുന്നതിന് വേണ്ടി നിൽക്കുന്നതായ ഒരു ഗ്രൂപ്പ് പട്ടാളക്കാരെ നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ കാണുവാൻ സാധിക്കും. ഇന്നും പ്രാചീനമായ പല പുരാവസ്തു സെന്റേഴ്സ്, അങ്ങനെ ഉള്ളതായ കുഴിച്ചെടുക്കപ്പെട്ടതായ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അതിനുവേണ്ടി കെട്ടി ഉണ്ടാക്കിയതായ പല ഭാഗങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നാം തമിഴ്നാട്ടിലേക്ക് കടന്നു പോകുമ്പോഴത്തേക്ക് തെങ്കാശി ഭാഗത്ത് ചെല്ലുമ്പോൾ ഒരു വലിയ ആർച്ചുണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. റോഡിൽ നാം കടന്നു പോകുന്ന റോഡിൽ തന്നെയാണ്. അത് ഇതുപോലുള്ള ഒരു പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറയപ്പെടുന്നു. ഇതുപോലെ നമുക്ക് സുപരിചിതമായ നഗരം കാക്കുന്നതായ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടും അതുപോലെ തന്നെ മുന്തിരിത്തോട്ടം, വയൽ എന്നിവയുടെ ഫലശേഖരത്തിന്റെ സമയമാവുമ്പോൾ അതിനെ കാക്കുന്നതായ ഒരു പശ്ചാത്തലത്തിൽ നിന്നു
എന്തുകൊണ്ടുമാണ് 121 സങ്കീർത്തനത്തിലും മറ്റ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന അനേകം വേദഭാഗങ്ങളിലും കാണുവാൻ സാധിക്കുന്നത് യഹോവ എന്റെ കാവൽക്കാരനായിരിക്കുന്നു എന്നുള്ള ആശയം. യഹോവ എന്റെ കാവൽക്കാരനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മെ ഫലപ്രാപ്തിയിലേക്ക് എത്താതെ വണ്ണം, ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയതുപോലെ യഹോവ എന്റെ കാവൽക്കാരൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഞാൻ വിതച്ചത്, ഞാൻ കണ്ണുനീരൊഴുക്കിയത്, ഞാൻ അധ്വാനിച്ചത് ഫലപ്രാപ്തിയിൽ എത്താതെ വണ്ണം ആ ഫലശേഖരത്തിന്റെ സമയമാകുമ്പോഴത്തേക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോകത്തക്ക വിധം എന്റെ ശത്രുക്കൾ കടന്നു വരുവാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കി ബുദ്ധിയുള്ള യജമാനൻ കാവലാക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, ഈ വചന ശുശ്രൂഷയുടെ ആദ്യത്തെ ഭാഗത്തിൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഉപവസിച്ചു, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കണ്ണുനീരൊഴുക്കി, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കാത്തിരുന്നു. എന്നാൽ ഫലശേഖരത്തിന്റെ സമയത്തോടടുത്തപ്പോൾ അത് ഏതോ വഴിയിൽ നശിപ്പിക്കപ്പെടുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ദൈവം കാവൽക്കാരനായി ഇറങ്ങുവാൻ പോകുന്നു. നിങ്ങളുടെ കണ്ണുനീർ മറ്റാരും അനുഭവിക്കുകയില്ല. നിങ്ങളുടെ കണ്ണുനീരിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. നിന്റെ അധ്വാന ഫലം നീ തിന്നും എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട് എങ്കിൽ ഈ ദിവസങ്ങൾ ശുശ്രൂഷാ തലത്തിലാകട്ടെ, മറ്റേതെങ്കിലും മേഖലകളിലാകട്ടെ, ഒരു വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, ഒരു തലമുറയോടുള്ള ബന്ധത്തിലായിരിക്കാം, ഏത് മേഖലയിലായാലും ദൈവാത്മാവിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചത്, നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ആഗ്രഹിച്ചത്, നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ അധ്വാനിച്ചത്, നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കാത്തിരുന്നത്, അതിന്റെ ഫലശേഖരത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് നിങ്ങളെ തന്നെ കൊണ്ടുവരുവാൻ പോകുന്നു. അതിനായി ദൈവത്തിന്റെ കരം നിങ്ങൾക്കായി വെളിപ്പെടുവാൻ പോകുന്നു. ഒന്നാമതായി കർത്താവ് യഹോവയായ ദൈവം കാവലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ അധ്വാന ഫലം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുകയില്ല. മറിച്ച് കൃത്യസമയത്ത് ഒരു ഫലം ശേഖരിക്കേണ്ട സമയം ഉള്ളതുപോലെ ഒരു തോട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലുള്ളതായ കാര്യങ്ങൾ, ധാന്യങ്ങൾ കൊയ്തു കൊണ്ടുവരുവാൻ ഒരു സമയമുള്ളതുപോലെ, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയാൽ അതിന്റെ ഫലം കൊണ്ടുവരുവാനായി, കൊയ്തെടുക്കുവാനായി, മുന്തിരി ചക്കിലേക്ക് ശേഖരിക്കുവാനായി ഒരു സമയമുള്ളതുപോലെ കൃത്യമായ സമയം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ കാര്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാൻ ഇടയായി തീരും. ആ ഫലപ്രാപ്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. രണ്ടാമതായി നാം ചിന്തിച്ചതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 127 സങ്കീർത്തനം അതിന്റെ 1 വാക്യത്തിലേക്ക് വരുമ്പോൾ, 127 സങ്കീർത്തനം അതിന്റെ 1 വാക്യത്തിന്റെ 2 ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടാണ് ഈ വേദഭാഗം എഴുതിയിരിക്കുന്നത്. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കണം. സങ്കീർത്തനക്കാരനായ ശലോമോനാണ് അവിടെ ആ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ശലോമോൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായ രാജാവാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേഷൻ, ഔദ്യോഗിക കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും അധികം ബുദ്ധിപൂർവമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ശലോമോൻ. എന്നാൽ ശലോമോന്റെ പട്ടാളത്തെ കുറിച്ച്, ശലോമോന്റെ ആ അറേഞ്ച്മെന്റിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വളരെ വ്യക്തമായി എന്തൊക്കെയാണോ ഒരു രാജാവ് ചെയ്യേണ്ടത് കൃത്യമായി എല്ലാ മേഖലകളിലും, ആരാധനയുടെ മേഖലകളാകട്ടെ, അല്ല ഭരണതന്ത്രമായ മേഖലകളാകട്ടെ, അതുമല്ല കൃഷി സംബന്ധിച്ചുള്ള കാര്യങ്ങളാകട്ടെ, ഇങ്ങനെ എല്ലാ ഏരിയാസിലും വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചവനായ രാജാവാണ് ശലോമോൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ശലോമോൻ പറയുകയാണ്, ഞാൻ കാവൽക്കാരെയൊക്കെ വച്ചിട്ടുണ്ട്, അത് ശരിയാണ്. എന്നാലും നമ്മുടെ ദൈവമുണ്ടല്ലോ യഹോവ, അവൻ നമ്മെ കാവൽ കാത്തില്ല എങ്കിൽ ഞാൻ വച്ചിട്ടുള്ള കാവൽക്കാരൻ അവൻ വൃഥാ ജാഗരിക്കുന്നു എന്ന്. അത് ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിന്മേൽ എന്നാണ് ഉണ്ടാകുവാൻ പോകുന്നത്? വളരെ മോശം സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. കേരളത്തിലെ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ ഞാൻ ബ്രദർ ഷൈജുവിനോട്, പാസ്റ്റർ ഷൈജുവിനോട് സംസാരിക്കുകയായിരുന്നു. കർത്താവെ, ലൈവ് കഴിയുന്നത് വരെ കറണ്ട് പോകരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അത് എന്തും എപ്പോഴും സംഭവിക്കാം എന്നുള്ളതായ ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുന്നതായ സമയത്ത് മഴ പെയ്യുന്നുണ്ട്, പുറത്ത് രോഗത്തിൻ്റെതായ മഹാമാരി മറ്റൊരു വശത്തായിരിക്കുന്നു, യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കുന്നതായ ഒരു സാഹചര്യം, ഇങ്ങനെ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങൾ നമ്മുടെ മുന്നിലായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, നാം പലരെയും കാവലാക്കിയിട്ട്, പല ദൈവദാസന്മാരെ
ആയിരിക്കാം, ഭരണരംഗത്തിൽ ഉള്ളവരെ ആയിരിക്കാം കാവലായി, നമ്മുടെ ജീവന് കാവലായി നാം ആക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മെഡിക്കൽ രംഗങ്ങളിലുള്ളവരെ നാം മനസ്സിനകത്ത് അവരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്നെ കാത്തുകൊള്ളി, ഇങ്ങനെ പലരെയാണോ കാവലാക്കിയിട്ട് നിങ്ങൾ ആയിരിക്കുന്നത്? ഇന്ന് ബുദ്ധിമാനായ ശലോമോൻ പറയുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു കേൾക്കേണ്ടതുണ്ട്. ശലോമോൻ രാജാവ് ഇങ്ങനെയാണ് പറയുന്നത്: അതിസമർത്ഥമായ പട്ടാളത്തെ കാവൽ ആളുകളെ ഞാൻ ആക്കി വെച്ചിരിക്കുന്നു. എന്നാൽ എനിക്ക് ഒന്നറിയാം, യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു എന്ന്. അത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളുടെ മേൽ കാവൽ, കർത്താവിന്റെ കാവൽ കടന്നു വരട്ടെ, യഹോവയുടെ കാവൽ കടന്നു വരട്ടെ. അന്നത്തെ കാലഘട്ടത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പ്രധാനപ്പെട്ട ഏരിയാസിൽ എല്ലാം തന്നെ ഒരു പട്ടണമുണ്ട്, അല്ലെങ്കിൽ ഒരു രാജ്യമുണ്ട്. രാജ്യം എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ പോലെ വലിയ രാജ്യങ്ങൾ വളരെ കുറവായിരുന്നു, കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ്. അതിനെയൊക്കെ ചുറ്റി കാവൽ ഗോപുരങ്ങൾ അവർ ഉണ്ടാക്കാറുണ്ടായിരുന്നു. കാവൽ ഗോപുരങ്ങളിൽ അവർ പടയാളികളെ നിർത്തും. എന്താണ് കാവൽ ഗോപുരങ്ങളിൽ നിൽക്കുന്ന പടയാളികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം? അവർക്ക് ഉറങ്ങുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. അവർ എപ്പോഴും കണ്ണു തുറന്ന് അവർ ഡ്യൂട്ടി അവർക്ക് കൊടുക്കുന്നതിനനുസരിച്ച് മാറി മാറി അവർ നിന്നുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ ഉള്ളതായ ആക്രമണം എന്തെങ്കിലും ഉണ്ടാകുന്നോ എന്ന് ശ്രദ്ധിക്കണം. അവരുടെ കണ്ണുകൾ എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കാൻ പാടില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യവും അതിലുള്ള ജീവന്റെയും നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. അവരുടെ കരങ്ങളിലാണ് ഇരിക്കുന്നത് ഈ രാജ്യത്തിന്റെ നാളത്തെ ഭാവി എന്ന് പറയുന്നത്. എന്നാൽ ശലോമോൻ ഇവിടെ പറയുകയാണ്, ഞാൻ കാവൽ ഗോപുരങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ പലരെയും ആക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ കണ്ണിൽ പെടുന്നത് മാത്രമേ അവർക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യന് കൂടിപ്പോയാൽ 1.5 കിലോമീറ്റർ ഒക്കെ കാണാൻ പറ്റും. പർവ്വതത്തിന്റെ മുകളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, നല്ല ഹൈറ്റ് ഉള്ള സ്ഥലത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു 1-1.5 കിലോമീറ്റർ മാത്രമേ അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ ഒരു ബ്ലർ വിഷനായി കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ യഹോവയായ ദൈവത്തെയാണ് നിങ്ങൾ കാവലാക്കുന്നത് എങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നടന്നതായ സകല കാര്യങ്ങളെയും കാണുന്നവനായ ദൈവം ഇന്ന് ഈ നിമിഷത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായ സമയത്ത് എന്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, എന്റെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കാണുന്നവനായ ദൈവം നാളെ എന്റെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി കാഴ്ചയുള്ളവനായ ദൈവം, ആ ദൈവത്തെ കാവലാക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ദൈവത്തിന് അറിയാം എന്റെ കുഞ്ഞിനെതിരെ എന്താണ് നടക്കുവാൻ പോകുന്നത്, എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇന്നത്തെ ഈ പകൽ സന്ധ്യാവേളയിൽ എന്താണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ദൈവത്തിന് വളരെ വ്യക്തമായ കാഴ്ചയുണ്ട്. നമ്മുടെ ശരീരത്തെ മാത്രമല്ല, നമ്മുടെ ഭാവി മണ്ഡലത്തെ മാത്രമല്ല, ആത്മമണ്ഡലത്തിൽ നമുക്കെതിരെ എന്താണ് പൈശാചികൻ ഒരുക്കുന്നത് എന്ന് വളരെ വ്യക്തമായി അറിയാവുന്നവനായ ദൈവം, ദൈവത്തിന്റെ വലിയ കരുത്തിൽ നമ്മെ കാക്കുവാനായി തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കാവൽക്കാരനായി കർത്താവായ യേശു ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു എന്ന്. എന്താണ് പട്ടണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പട്ടണം എന്ന ആ പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാനും എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നതായ സ്ഥലം, എന്റെ സാമ്പത്തികമായ എന്റെ അധ്വാന ഫലം എല്ലാം അടങ്ങിയിരിക്കുന്നതായ സ്ഥാനമാണ് പട്ടണം. ഇന്ന് നാം പല പട്ടണങ്ങളിലാണ് കുടുംബങ്ങൾ ചിതറി താമസിക്കുന്നത്. അന്നത്തെ പട്ടണങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒരു പിതാവ് വന്ന് ഒരു പട്ടണം പണിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തലമുറ മുഴുവൻ അവിടെയാണ് പിന്നെ സെറ്റിൽ ചെയ്യുന്നത്. അവർക്ക് വേണ്ടതെല്ലാം അവർ അവിടെ കൃഷി ചെയ്തുണ്ടാക്കും, ആടുമാടുകളെ വളർത്തും, അവർക്ക് വേണ്ടതായ കുലത്തൊഴിലുകളൊക്കെ ചെയ്ത് അതിനെ അവർ വികസിപ്പിച്ച് അവർക്കൊരു പേരുണ്ടാക്കി അവിടെ തന്നെ താമസിക്കുകയാണ് പതിവ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പട്ടണങ്ങൾ അത് എവിടെ ആയിരുന്നാലും അത് കർത്താവിന് ആക്സസ് ഇല്ലാത്ത സ്ഥലത്തല്ല. ഒരുപക്ഷെ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹോസ്റ്റലുകളിലായിരുന്നേക്കാം, യാത്രകളിലായിരിക്കാം, വിദേശ രാജ്യങ്ങളിൽപ്പെട്ടവർ, വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർ നിങ്ങളുടെ കുടുംബത്തോടുള്ള ഉണ്ടായേക്കാം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ അത് ഒരിക്കലും രക്ഷിക്കപ്പെടില്ല, ഒരിക്കലും വിശ്വാസത്തിൽ വരില്ല എന്ന് ചിന്തിക്കുന്നതായ വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? ഒരുപക്ഷെ അങ്ങനെ ഉള്ളവർ ഉണ്ട് എങ്കിൽ പോലും ദൈവം നിങ്ങൾക്ക് കാവലായി വെളിപ്പെടുവാൻ പോകുന്നു, നിങ്ങളുടെ കുടുംബത്തിന് കാവലായി വെളിപ്പെടുവാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് അവർ അംഗമായിരിക്കുന്നത് കൊണ്ട് മാത്രം ദൈവത്തിന്റെ സംരക്ഷണം ആ വ്യക്തികൾക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു,
അബ്രഹാമും ലോത്തുമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. എന്നാൽ 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് അപ്രതീക്ഷിതമായി ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞുപോയി. ലോത്ത് അന്ന് കണ്ട ഫലഭൂയിഷ്ടമായ ദേശത്തെ അവൻ തെരഞ്ഞെടുത്ത് മറ്റൊരു സ്ഥാനത്തേക്ക് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞുപോയി. അബ്രഹാം താൻ പാർത്തിരുന്നതായ സ്ഥാനത്തേക്ക് യഹോവ കടന്നു വരികയാണ്. യഹോവ കടന്നു വന്നിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, കർത്താവായ യഹോവ കടന്നു വന്നിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ പോകുന്നു എന്ന വാദം കേട്ട ഉടനെ അബ്രഹാം മധ്യസ്ഥതയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു. കുറെ സമയം കഴിഞ്ഞു, കുറെ മണിക്കൂറുകൾ കഴിഞ്ഞു. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടതായ ഒരു പദപ്രയോഗം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്: സോദോമിനെയും ഗൊമോറയെയും യഹോവ നശിപ്പിക്കുമ്പോൾ യഹോവ അബ്രഹാമിനെ ഓർത്തു, അതുകൊണ്ട് ലോത്തിനെ രക്ഷിച്ചു എന്ന്. ഇന്ന് എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവം എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പ്രാർത്ഥിക്കാത്ത ആ വ്യക്തിയെ സംരക്ഷിക്കുന്നത്? ദൈവം എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട വിശ്വാസത്തിന് എതിരായി നിൽക്കുന്ന ആ വ്യക്തിയെ സംരക്ഷിക്കുന്നത്? ദൈവം എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അടുക്കുകയും ഇടുക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ആ വ്യക്തിയെ സംരക്ഷിക്കുന്നത്? അതിന്റെ രഹസ്യം മറ്റൊന്നുമല്ല, ദൈവം നിങ്ങളെ ഓർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരരുത് എന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ട് ഈ മഹാമാരിയുടെ കാലത്തും നിങ്ങളുമായി ബന്ധപ്പെട്ട് പല മേഖലകളിൽ, പല അപകട മേഖലകളിൽ, പല രാജ്യങ്ങളിൽ, പല ദേശങ്ങളിലായിരിക്കുന്ന ജനത്തിന്റെ മേൽ യഹോവയുടെ കാവൽ വെളിപ്പെടുന്നു എന്ന് ദൈവാത്മാവ് പറയുകയാണ്. അതെ, നമ്മുടെ ദൈവം നമുക്കുള്ള പട്ടണങ്ങളെ കാക്കുന്ന ദൈവമാണ്. നമ്മുടെ അധ്വാന ഫലങ്ങളെ കാക്കുന്ന ദൈവം, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ കാക്കുന്നവനായ ദൈവം. മഴയുടെ കെടുതി വെളിയിലെ വളരെ ശക്തമാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നുമാണ് സംസാരിക്കുന്നത്. കേരളം മുഴുവൻ മഴ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ അധ്വാന ഫലം നിങ്ങൾ ദൈവത്തിങ്കലേക്ക്, കർത്താവെ ഞാൻ വാഴ നട്ടുവച്ചിട്ടുണ്ട്, അത് ഒടിയരുത് എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, കർത്താവെ ഞാൻ ഇന്ന കൃഷി ഇറക്കിയിട്ടുണ്ട്, ഈ മഴയുടെ കെടുതിയുടെ ടൈമില് അതിന് ഒരു പ്രശ്നം വരരുത് എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ പുസ്തകം വെറുതെ അല്ല എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ സകല കാര്യങ്ങളും സത്യമാണ്. വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു ചെല്ലേണ്ടത് മാത്രമേ ഉള്ളൂ. ഒരു തെളിവ് കൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മെ കാക്കുന്നവനായ ദൈവം എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം കാക്കും, എത്രമാത്രം ആ കാവൽ ശക്തമാണ് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമുക്ക് എങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്? ഈജിപ്തിലെ മിസ്രൈമ്യരും എബ്രായരും താമസിച്ചിരുന്നതായ ആ സ്ഥലങ്ങൾ വളരെ അടുത്തടുത്തായിരുന്നു. വളരെ അടുത്തടുത്തുള്ളതായ സ്ഥലങ്ങളിലാണ്, സമീപ പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ ജനവും മിസ്രൈമ്യരും കഴിഞ്ഞിരുന്നത്. എന്നാൽ യഹോവയായ ദൈവം മോശയോട് കൊടുത്തതായ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ആ വാഗ്ദത്തം ഇങ്ങനെയാണ്: മിസ്രൈമ്യർക്ക് വരുന്നതായ ആ ബാധ ഒന്നും ഇസ്രായേൽ ജനത്തിന് വരികയില്ല. എന്താണ് അതിന്റെ രഹസ്യം? ഇസ്രായേൽ ജനം ദൈവവുമായി ഉടമ്പടി ചെയ്തതായ ജനം എന്നുള്ളതത്രേ. അങ്ങനെയെങ്കിൽ ഈ ബാധ വരുന്നതായ സമയത്ത്, ആ ബാധ വരുന്നതായ ആ ഭവനങ്ങളിൽ ആ ഉടമ്പടി പ്രകാരം രക്തത്തിന്റെ അടയാളം കാണുമ്പോൾ ബാധ ഒഴിഞ്ഞ് മാറിപ്പോകുന്നത് പോലെ ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് ദൈവാത്മാവ് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയായിട്ടില്ല എങ്കിൽ തീർച്ചയായും ഒരു കോവിഡിന് നിങ്ങളെ തൊടുവാനായിട്ട് സാധിക്കുകയില്ല. അതേസമയം ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയാണെങ്കിൽ കോവിഡ് ഒന്നും വേണ്ട, ദൈവം ഇവിടെ കയറി വരിക എന്നുള്ളതായ ശബ്ദത്തെ കേൾപ്പിക്കുമ്പോൾ നാം ഈ ഭൂമിയെ വിട്ട് കടന്നു പോകേണ്ടി വരും. മരണത്തെ കുറിച്ച് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന്റെ കൃത്യ സമയത്ത് മാത്രമേ ദൈവം നമ്മെ എടുക്കുകയുള്ളൂ. നാം ഇന്ന് മരിക്കുകയാണെങ്കിൽ, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു, നാളെ എന്റെ ജീവിതം എന്താവുമെന്ന് എനിക്ക് പറയുവാൻ സാധിക്കുകയില്ല. കാരണം അത് കോവിഡ് വന്നത് കൊണ്ടല്ല, രോഗങ്ങൾ പരകുന്നത് കൊണ്ടല്ല, കാലാവസ്ഥ കെടുതി കൊണ്ടല്ല ഞാൻ അത് പറയുന്നത്. മറിച്ച് ഈ ഭൂമിയിൽ ജനിക്കുന്നതായ ഓരോ വ്യക്തിക്കും മരിക്കുവാനായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. മരണത്തെ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഓരോ ദിവസവും നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ നാം ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ദൈവസന്നിധിയിലേക്ക് നാം പോയി വിശ്രമിക്കുന്നതായെന്ന് മരണം എന്ന് പറയുന്നത്. എന്ന് കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആ സമയം വരുന്നത് വരെ, ദൈവം അനുവദിച്ചിട്ടുള്ളതായ സമയം വരുന്നത് വരെ യാതൊരു ശക്തിക്കും, യാതൊരു രോഗങ്ങൾക്കും, യാതൊരു പൈശാചിക ശക്തികൾക്കും
രോഗങ്ങൾക്കും യാതൊരു അപകടങ്ങൾക്കും നിങ്ങളെ തൊടുവാൻ സാധിക്കുകയില്ല. കാരണം ദൈവത്തിന്റെ വലിയ കരം, നിങ്ങളെ സംരക്ഷിക്കുന്നവനായ ദൈവമായി ദൈവത്തിന്റെ വലിയ കരം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഒന്നാമതായി ദൈവം നമുക്കുള്ളതിനെ സംരക്ഷിക്കുന്നു, നമ്മെ സംരക്ഷിക്കുന്നു, നമുക്കുള്ളവരെ സംരക്ഷിക്കുന്നു. രണ്ടാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമ്മെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരിൽ നിന്നും സംരക്ഷിക്കുന്ന ദൈവമായി ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുന്നു എന്ന്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 49-ാം വചനത്തിലേക്ക് വരുമ്പോൾ ലാബാൻ യാക്കോബിനോട് പറയുന്നതായ ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും മധ്യേ കാവലായിരിക്കട്ടെ. നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും മധ്യേ കാവലായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ലാബാൻ അങ്ങനെ അവിടെ പറയുന്നത്? നമുക്കറിയാം അതിന് പിന്നിലുള്ളതായ ചരിത്രം എന്താണ് എന്നുള്ളത്. അതിന്റെ പിന്നിൽ ദീർഘവർഷങ്ങൾ യാക്കോബ് ലാബാനെ സേവിക്കുവാനിടയായി തീർന്നു. തന്റെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് യാക്കോബ് എന്താണ് ചെയ്തത്? ലാബാൻ എന്താണ് ചെയ്തത്? ചൂഷണം ചെയ്യുകയായിരുന്നു. ദീർഘവർഷങ്ങൾ ആരുമില്ല ചോദിക്കുവാനായിട്ട്. മാതാവോ പിതാവോ ജ്യേഷ്ഠ സഹോദരനോ ഒക്കെ അകലെയാണ്. ജ്യേഷ്ഠ സഹോദരൻ ശത്രുവിനെ പോലെ നിൽക്കുകയാണ്. തന്റെ അവസ്ഥ മനസ്സിലാക്കിയവനായ ലാബാൻ ബന്ധുവൊക്കെ തന്നെയാണ്, എങ്കിലും യാക്കോബിനെ ചൂഷണം ചെയ്യുകയായിരുന്നു. ദീർഘവർഷങ്ങൾ കഴിഞ്ഞു. ദൈവവും യാക്കോബുമായിട്ടുള്ള ഉടമ്പടിയുടെ ബന്ധത്തിൽ ദൈവം യാക്കോബിനെ അവിടുന്ന് പുറപ്പെടുവാനായിട്ട് കൽപ്പിക്കുകയുണ്ടായി. പുറപ്പെട്ടു വരുന്നതായ സമയത്ത് തനിക്കുള്ളതിനൊക്കെ മോഷ്ടിച്ചുകൊണ്ടാണ് യാക്കോബ് കടന്നു പോകുന്നതെന്ന് കരുതി യാക്കോബിനെ ദ്രോഹിക്കുവാൻ വേണ്ടി, ഉപദ്രവിക്കുവാൻ വേണ്ടി കടന്നു വന്ന ലാബാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ കടന്നു വന്നതായ ആ യാത്രയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ദൈവം ലാബാന് പ്രത്യക്ഷപ്പെടുകയും അവിടെ പറയുകയാണ്, നീ അവനെ തൊടരുത്, നീ അവന് ഒരു കാരണവശാലും ദോഷം ചെയ്യരുത്, നന്മയും ചെയ്യേണ്ട തിന്മയും ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ അവനെ ഇതുവരെ സഹായിച്ചതൊക്കെ മതി, അവന് നന്മ വരുത്തുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. നിന്നിലൂടെ ആ നന്മ വേണ്ട, മറിച്ച് നീ അവന് തിന്മ ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ തിന്മ ചെയ്യുവാനായി നീ കൈ ഉയർത്തുകയാണെങ്കിൽ ഞാൻ നിനക്കെതിരായി നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യഹോവ അവിടെ ഒരു കാവലാളായി, ബോഡി ഗാർഡായി ഇറങ്ങി നിൽക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഉടമ്പടിയിൽപ്പെട്ടതായ ദൈവമക്കളാണോ നിങ്ങൾ? കഴിഞ്ഞ നാളുകളിൽ ആരെയൊക്കെയോ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടാവാം, ആരെയൊക്കെയോ നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടാവാം, ആരെയൊക്കെയോ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവരുടെ കഷ്ടസമയത്ത് അവർ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വരേണ്ടതിന് വേണ്ടി നടത്തിയിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് നിങ്ങൾ തള്ളപ്പെട്ടിരിക്കുന്നു എങ്കിൽ, ഇന്ന് നിങ്ങളെ അവർ കൈവിട്ടിരിക്കുന്നു എങ്കിൽ, അത് മാത്രവുമല്ല നിങ്ങളെ ഉപദ്രവിക്കുവാൻ വേണ്ടി പിന്നിലൂടെ വന്ന് നിങ്ങളെ പിന്തുടർന്ന് ഉപദ്രവിക്കുവാൻ വേണ്ടിയുള്ള ഒരു മണ്ഡലത്തിലാണ് അവർ ആയിരിക്കുന്നത് എങ്കിൽ, ആരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് കാവലായി, നിങ്ങൾ കേസിന് പോകേണ്ട, കോടതിയിൽ പോകേണ്ട, മത അധ്യക്ഷന്മാരെടുത്ത് പോകേണ്ട, നിങ്ങളുടെ ബന്ധുക്കളുടെ അടുക്കലേക്ക് പോകേണ്ട, ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാട്ട് ദൈവത്തിന്റെ വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുന്നു. യഹോവ ബോഡി ഗാർഡായി ഇറങ്ങി നിന്നാലുണ്ടല്ലോ ഒരു ശക്തിക്ക് നിങ്ങളെ തൊടുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ യഹോവയുടെ കാവലിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്കറിയാം, പിന്നീട് ആ സാക്ഷ്യത്തിന്റെ കൂമ്പാരം ഒരു കല്ലൊക്കെ കൂട്ടി ആ ഭാഗത്ത് വെച്ചാണ് അവരിങ്ങനെ പറയുന്നത്, ആ തീരുമാനം എടുക്കുന്നത്. ജീവിതകാലത്ത് ഒരിക്കലും ലാബാൻ ആ കല്ലിന്റെ ആ സാക്ഷ്യത്തിന്റെ കൂടാരം കഴിഞ്ഞ്, ആ കൽക്കൂമ്പാരം കഴിഞ്ഞ് ഇങ്ങോട്ട് കടന്നു വന്നില്ല. യാക്കോബ് പോയ വഴിയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യഹോവ സംരക്ഷകനായി വെളിപ്പെട്ടാൽ നിങ്ങളുടെ ശത്രുക്കളുടെ ആ പിന്തുടരുന്ന ശത്രുക്കളുടെ ആ പിന്തുടർച്ച അതവിടെ കട്ടാകുവാനായിട്ട് ഇടയായിത്തീരും. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവിടെ ആ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും പുറപ്പെടുകയുണ്ടായി. പുറപ്പെട്ടത് തന്നെ വലിയ ഒരു അത്ഭുതത്തിന്റെ പുറത്താണ്. അവരെ ഓടിച്ചു കളഞ്ഞു എന്നാണ് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. അവരെ ഓടിച്ചു കളഞ്ഞു, നിങ്ങളൊന്ന് പോയാൽ മതി ഞങ്ങളുടെ രാജ്യത്ത് നിന്നും. എന്നാൽ അവരെ കളഞ്ഞതിന് ശേഷമാണ്, പറഞ്ഞയച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഫറവോന് ബോധ്യം വന്നത്, എത്ര വലിയ മണ്ടത്തരമാ ചെയ്തത്, ഇത്ര ആരോഗ്യത്തോടെ അധ്വാനിക്കുന്നതായ ജനത്തെ ഞാൻ ഇനി എവിടെ നിന്ന് കൊണ്ടുവരും? അതുകൊണ്ട് തന്നെ അവരെ തിരികെ കൊണ്ടുവരുവാനായി ഫറവോൻ പുറപ്പെടുകയാണ്. എന്നാൽ ഫറവോൻ പുറപ്പെട്ട് തന്റെ പിന്നാലെ പോകുന്നതായ സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ആ മേഘസ്തംഭവും അഗ്നിസ്തംഭവുമായി ദൈവം ഇറങ്ങി വരുവാനായി ഇടയായിത്തീർന്നു. മുന്നിൽ മേഘസ്തംഭം. എന്തിനാണ് മേഘസ്തംഭം? അവർ മരുഭൂമിയിലായിരിക്കണം, വർഷം
വർഷങ്ങളായി ജോലി ചെയ്ത് ശരിയായ ആഹാരമില്ലാത്തതായ ജനമാണ് യാത്രയിൽ പോകുന്നത്. മേഘസ്തംഭം അവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് തണലായി മേഘം നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അധ്വാനിച്ച് തളർന്നിരിക്കുന്നുവോ? ഈ ദിവസത്തിൽ യഹോവ കാവലായി ഇറങ്ങി വരുമ്പോൾ ഒന്നാമതായി നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുവാൻ ഇടയായി തീരും. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അധ്വാനിച്ച് തളർന്നുവെങ്കിൽ ആശ്വാസം തരുവാൻ തക്കവണ്ണം നിങ്ങളുടെ കുടുംബക്കാരില്ല, ബന്ധുക്കളില്ല, കൂട്ടുകാരില്ല എങ്കിൽ ആരോടൊക്കെ ദൈവാത്മാവ് ഇന്ന് പറയുകയാണ്, നിങ്ങൾക്ക് തണൽ യഹോവയാണ്. ആ തണലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുളിർമയേറിയ തണലായിരിക്കും എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 40 വർഷം അവർ വിരിച്ച മേഘത്തിന്റെ കീഴിൽ നടന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഒരിക്കൽ കർത്താവ് നിങ്ങൾക്ക് തണലായി കാവലായി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ തണൽ മാറിപ്പോകുന്നതല്ല. ഈ ലോകത്തിലെ കനാൻ നാട്ടിലേക്കുള്ള യാത്ര, വിശ്വാസ ജീവിതത്തിന്റെ യാത്ര കഴിയുന്നത് വരെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുകയും നിങ്ങളുടെ അന്ത്യസമയമാവുമ്പോൾ അവന്റെ മഹത്വത്തിലേക്ക്, നിത്യതയിലേക്ക് ദൈവം ചേർത്തുകൊള്ളുവാൻ ഇടയായിത്തീരും. പിന്നിൽ അഗ്നിസ്തംഭം ഇറങ്ങിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിന്നിൽ അഗ്നിസ്തംഭം ഇറങ്ങിയത് എന്തിനാണ്? അഗ്നി എന്ന് പറയുന്നത് തീഷ്ണതയുള്ള ദൈവമായി ദൈവം വെളിപ്പെടുമ്പോഴാണ്. ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. അതേ, ശത്രുക്കൾ നിങ്ങളോട് അടുക്കാതെ വണ്ണം ശത്രുക്കളുടെയും നിങ്ങളുടെ ഇടയിൽ ദൈവം തീമതിലായി ഇറങ്ങുവാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എത്ര വലിയ പാർട്ടി പ്രവർത്തനവും ആയിക്കൊള്ളട്ടെ, എത്ര വലിയ മതപരമായ പ്രവർത്തനങ്ങളും ആയിക്കൊള്ളട്ടെ, ദൈവം നിങ്ങളുടെ സംരക്ഷണ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, എത്ര വലിയ രോഗവും ആയിക്കൊള്ളട്ടെ, കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളായിക്കൊള്ളട്ടെ, ദൈവം നിങ്ങളുടെ സംരക്ഷകനായി ഇറങ്ങി കഴിഞ്ഞാൽ അതിനെ ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ തീമതിലായി നിൽക്കുമെന്ന്. തീമതിലായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് അതിന്റെ അർത്ഥം? അതിലേക്ക് അടുത്തു കഴിഞ്ഞാൽ, നിങ്ങളിലേക്ക് അടുത്ത് വരുമ്പോഴത്തേക്ക് ആദ്യം ആ തീയുടെ അടുത്തേക്കാണ് അവർ കടന്നു വരുന്നത്. തീ എന്ന് പറയുന്നത് ദഹിപ്പിക്കുന്നതാണ്. നിങ്ങളെ ആരാണോ അപായപ്പെടുത്തുന്നതിന് വേണ്ടി ചിന്തിക്കുന്നത്, അവർ ഈ ദിവസങ്ങളിൽ ദഹിപ്പിക്കപ്പെടുന്ന രീതിയിൽ ദൈവത്തിന്റെ വലിയ കരം വെളിപ്പെടുവാൻ പോകുന്നു. അപായപ്പെടുത്തുവാൻ നോക്കി നിന്നതായ വ്യക്തികളുടെ ഇടയിൽ, വ്യക്തികളുടെ കുടുംബങ്ങളുടെ മേൽ നിലവിളി ഈ ദിവസങ്ങളിൽ ഉയരുമെന്ന് ദൈവാത്മാവ് പറയുകയാണ്. നിലവിളിയുടേതായ മണ്ഡലങ്ങൾ പലതും നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കും, പലതും നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. കാരണം കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ അവർ പീഡിപ്പിച്ചവരാണ്. എന്നാൽ ദൈവത്തിന്റെ കരമാണ് അത് വെളിപ്പെടുന്നത് എന്ന് കാണുമ്പോൾ തപ്പുയർത്തി മിരിയാം പാടിയതുപോലെ ദൈവസന്നിധിയിൽ പാടിക്കൊണ്ട് മറുത്ത് ഒരു വാക്ക് പറയാതെ ദൈവസന്നിധിയിൽ താഴ്മയോടിരിക്കുവാൻ തക്കവണ്ണം ദൈവജനം തയ്യാറാകട്ടെ. അങ്ങനെയെങ്കിൽ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയായിത്തീരും. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ ഇതുപോലുള്ളത് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾക്കെതിരായി നിന്നതായ വ്യക്തികൾ ഒന്നുകിൽ അവർ മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്നിട്ടുണ്ട്, അല്ല എങ്കിൽ ദൈവത്തിന്റെ ശിക്ഷാവിധി വെളിപ്പെടുന്നതും കണ്ടിട്ടുണ്ട്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയത്രേ. ഈ വേദപുസ്തകം എന്ന് പറയുന്നത് ഏതോ ഒരു കാലത്ത് എഴുതപ്പെട്ട നോവലൊന്നുമല്ല, ഏതോ ഒരു ചരിത്ര സംഭവം എഴുതിയിരിക്കുന്നതല്ല, മറിച്ച് കേൾക്കുവാൻ കഴിയുന്ന, കാണുവാൻ കഴിയുന്ന, സംസാരിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കുറിച്ചാണ് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. തന്റെ ജനത്തിന്റെ കരച്ചിൽ കേൾക്കുന്നവനായ ദൈവം, അവൻ തന്റെ ജനത്തിന്റെ കഷ്ടതകളെ തന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നവനായ ദൈവം, തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തക്കവണ്ണം ശബ്ദമുയർത്തുന്നവനായ ദൈവം, കരങ്ങളെ നീട്ടുന്നവനായ ദൈവം. ആ ദൈവത്തെ കുറിച്ചാണ് ഈ കറുത്ത പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. നിസ്സാരമായ ഈ ദൈവത്തോട് അടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ദഹിപ്പിക്കുന്ന അഗ്നിയായി ആ വ്യക്തികളുടെ മുമ്പിൽ ദൈവം ഇടപെടുവാനിടയായി തീരും, വെളിപ്പെടുവാനിടയായി തീരും. കഴിഞ്ഞ കാലങ്ങളിൽ സഭ അത് കണ്ടെങ്കിൽ, ഇസ്രായേലിന്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ നാം അത് കണ്ടെങ്കിൽ, ഈ 2021 നൂറ്റാണ്ടിലായിരിക്കുന്ന ജനത്തോട് ഞാൻ പറയട്ടെ, നാം ഇന്നും അത് കാണുവാൻ പോകുന്നു, വരുന്ന മാസങ്ങളിലും അത് കാണുവാൻ പോകുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, ആ ഉടമ്പടിയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണം. ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ കീഴിൽ നിങ്ങൾ നിൽക്കണം എന്നുള്ളത് മാത്രമാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായി നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം. ഇനി ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കഴിഞ്ഞ നാളുകളിൽ ഞാനൊരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ചെയ്തതാണെങ്കിലും ദൈവാത്മാവ് ഓർപ്പിച്ചത് കൊണ്ട് അതും കൂടെ പറഞ്ഞു പോകട്ടെ. ഉൽപ്പത്തി പുസ്തകം അതിലെ 21 അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ സാറായിയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സാറായി 20 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സാറായിയെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. സാറായി കഴിഞ്ഞ നാളുകളിൽ അബ്രഹാമിനോടുകൂടെ ഇറങ്ങി പുറപ്പെട്ടതായ വ്യക്തിയാണ്.
അബ്രഹാമിന്റെ ഭാര്യയാണ്, എനിക്ക് പെട്ടെന്ന് ദർശനമുണ്ടായി, ദൈവം ഇന്ന സ്ഥലത്തേക്ക് പോകുവാനായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല ഞാനും കൂടെ വരാമെന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പുറകെ പോയതായ സഹോദരിയാണ്. എന്നാൽ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭയന്നവനായ അബ്രഹാം ആദ്യമേ തന്നെ ഉടമ്പടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറായിയോട്, മറ്റുള്ളവരെ ഭയപ്പെട്ടിട്ട് ഇവൾ എന്റെ ഭാര്യയല്ല സഹോദരി എന്ന് അവളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അവളെ തള്ളിവിടെയാണ് ഒരു പ്രശ്നത്തിന്റെ മുമ്പിലേക്ക്. സംരക്ഷണം കൊടുക്കേണ്ട ഭർത്താവ് അവളെ ഉപേക്ഷിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യം, അബ്രഹാമിനോടാണ് ദൈവം വാഗ്ദത്തം പറഞ്ഞത്, അബ്രഹാമിനെയാണ് വിളിച്ചത്, അബ്രഹാമിനോടാണ് ദൈവം ഉടമ്പടി ചെയ്തത്. എന്നാൽ 20-ാം അധ്യായത്തിൽ വരുമ്പോൾ അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടതായ സാറയെ ദൈവം മറന്നില്ല. രാത്രിയിൽ ദൈവം അബീമേലെക്ക് എന്ന രാജാവിനോട് സംസാരിക്കുവാൻ ഇടയായിത്തീർന്നു. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ സഹോദരി ഉണ്ടല്ലോ, ഈ സ്ത്രീ ഉണ്ടല്ലോ, അവൾ മറ്റേ പുരുഷന്റെ ഭാര്യയാണ്, അവളെ തൊട്ടു പോകരുത്, തൊട്ടു കഴിഞ്ഞാൽ നീ മരിക്കുമെന്ന് പറയുകയും അബീമേലെക്കിന്റെ കുടുംബത്തിന്റെ ഗർഭത്തെ ദൈവം അടച്ചു എന്ന് 20-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതെ, നമ്മെ കാക്കേണ്ടതായ വ്യക്തികൾ നമുക്ക് കാവലായി ഇറങ്ങാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ സംരക്ഷിച്ചു കൊള്ളാം, ഞാൻ കൂടെ ഇരുന്നു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ വ്യക്തികൾ സംരക്ഷകരല്ലാതെ മറ്റ് ഒരു എക്സ്പോസ് ചെയ്യുന്നതായ ഒരു മേഖലയിലേക്ക് നിങ്ങളെ തള്ളിവിട്ടിട്ട് ഉണ്ട് എങ്കിൽ, നിങ്ങൾ അവരെ നോക്കിയല്ല ഇറങ്ങിയത്, ദൈവത്തെ നോക്കിയാണ് ഇറങ്ങിയത് എങ്കിൽ, ഇടപെടേണ്ടതായ സ്ഥാനങ്ങളിൽ സ്വപ്നമാകട്ടെ, ദൂതനെ അയക്കേണ്ടതാകട്ടെ, അല്ലെങ്കിൽ വീഴുമുള്ള ഭുജം വെളിപ്പെടേണ്ടതാകട്ടെ, ഏതൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഇറങ്ങി വരുവാൻ പോകുന്നു. എനിക്ക് ഇന്ന ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ എന്നെ സംരക്ഷിക്കുന്നില്ല, എനിക്ക് ഇന്ന അധികാരത്തിലിരിക്കുന്ന വ്യക്തികളുണ്ട്, അവരൊക്കെ എന്നെ സംരക്ഷിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, പരാതി പറയുന്നത് നിർത്തിയിട്ട് സാറായിയുടെ ദൈവമേ എന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ പോകുന്നു. ദൈവം നിങ്ങളുടെ സംരക്ഷകനായി വെളിപ്പെടുവാൻ ഇടയായി തീരും. മൂന്നാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 141 സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്: യഹോവേ എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ അധര ദ്വാരത്തെ കാക്കണമേ എന്ന്. യഹോവേ എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ അധര ദ്വാരത്തെ കാക്കണമേ. എന്തുകൊണ്ടാ വായ്ക്ക് കാവൽ നിർത്തി അധരദ്വാരത്തെ കാക്കണമേ എന്ന് പറയുന്നത്? എന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വന്നാൽ മതി, അതിൽ പിടിച്ചുകൊണ്ട് എന്നെ ഉപദ്രവിക്കുവാനായി നിൽക്കുന്ന വ്യക്തികളുടെ മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്റെ വായിലൂടെ വരുന്നതായ ഒരു വാക്കിന് വേണ്ടി അവർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി വലിയ പ്രശ്നം ഉണ്ടാക്കുവാനായിട്ട്. ആരോടൊക്കെ ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, നിങ്ങളുടെ സഭാ ജീവിതത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, ഒരുപക്ഷെ ഔദ്യോഗിക മേഖലകളോടുള്ള ബന്ധത്തിലായിരിക്കാം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണോ ആയിരിക്കുന്നത്? ദൈവം ഈ ദിവസത്തിൽ നിങ്ങളുടെ അധരങ്ങൾക്ക് ഒരു കാവൽ നൽകുവാൻ പോകുന്നു. അധരങ്ങൾക്ക് കാവൽ നൽകിയാൽ എന്താണ് അതിന്റെ ഫ്രൂട്ട്, അതിന്റെ ഫലം എന്ന് പറയുന്നത്? ഉപ്പിനാൽ രുചി വരുത്തിയത്, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നത്, മറ്റുള്ളവരെ തണുപ്പിക്കുന്നത്, അങ്ങനെയുള്ള രീതിയിൽ സംസാരിപ്പാൻ തക്കവണ്ണം, ജ്ഞാനത്തോട് സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഇടയായി തീരും. യേശു കർത്താവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: യേശു കർത്താവിന്റെ വായിൽ നിന്നും വരുന്നതായ വാക്കുകളെ പിടിക്കുവാൻ വേണ്ടി, അതിൽ പിടിച്ചു കുറ്റം ചുമത്തുവാൻ വേണ്ടി യേശു കർത്താവിന്റെ പുറകെ നടന്നതായ ചില ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. പരീശന്മാർ, ശാസ്ത്രിമാർ എന്നൊക്കെ നാം വിളിക്കുന്നതായ ഒരു കൂട്ടം ആളുകൾ. യേശു എന്തെങ്കിലും പറയണം, അതിൽ പിടിച്ചുകൊണ്ട് അവർക്ക് യേശുവിനെ അറസ്റ്റ് ചെയ്യണം, അങ്ങനെ കൊല്ലണം. അതിനുവേണ്ടി യേശുവിന്റെ പിന്നാലെ പതിയിരിക്കുന്നതായ ഒരു കൂട്ടം ആളുകൾ. എന്നാൽ യേശുവിന്റെ വായിൽ നിന്നും പുറപ്പെട്ട വാക്കുകളെ കുറിച്ച് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പദപ്രയോഗം പറയട്ടെ: അവൻ ലാവണ്യ വാക്കുകളാൽ സംസാരിച്ചു എന്നാണ്. ലാവണ്യ വാക്കുകൾ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ പുറപ്പെടുവാൻ പോകുന്നു. നിങ്ങളെ ആരാണ് വാക്കിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്നത്, ആ വ്യക്തികളെ പോലും അതിശയിപ്പിക്കത്തക്ക ജ്ഞാനത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുന്നു. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, സ്റ്റെഫാനോസ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു വിശ്വാസി, അദ്ദേഹത്തിന്റെ മേൽ ഉണ്ടായിരുന്നതായ അഭിഷേകത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവൻ ജ്ഞാനാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്താണ് ജ്ഞാനാത്മാവിനാൽ നിറഞ്ഞിരുന്നാലുള്ളതായ ഉപയോഗം? എങ്ങനെയാണ് ജ്ഞാനാത്മാവിനാൽ നിറയപ്പെട്ടിരുന്നാൽ നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത്?
തർക്കിക്കുവാൻ വരുന്ന വ്യക്തികൾ അന്നത്തെ ഫിലോസഫിക്കൽ തത്വചിന്തകരായ വ്യക്തികളാണ്. ഫൊയ്നീഷ്യക്കാരെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഭാഗം എടുത്ത് വായിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. ആ ഭാഗത്ത് തത്വചിന്തകർ വന്ന് തർക്കിച്ചിട്ട് പോലും ഒരു സാധാരണ വിശ്വാസിയെ ജയിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് കാണുവാൻ സാധിക്കും. അതെ, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എന്റെ അധരങ്ങളെ കാക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ കാവൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുമാറാകണമേ എന്ന്. അങ്ങനെയെങ്കിൽ തർക്കിക്കുവാനല്ല, ദൈവിക ജ്ഞാനം ഈ ദിവസങ്ങളിൽ നമ്മുടെ അധരങ്ങളിലൂടെ വെളിപ്പെടുവാനിടയായി തീരും. ദൈവിക ജ്ഞാനം വെളിപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? മാസ് കൺവേർഷൻ, കൂട്ടമായുള്ളതായ ജനം ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ ഇടയായി തീരും. ശത്രുക്കൾ മിത്രങ്ങളായി മാറുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ പ്രത്യേകമായ ജ്ഞാനത്താൽ നിറയപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. വീണ്ടും മറ്റ് മൂന്ന് കാര്യം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവാത്മാവിൽ. യഹോവ നമ്മുടെ കാവൽക്കാരനായിരിക്കുമ്പോൾ എന്താണ് ആ കാവൽക്കാരന്റെ പ്രത്യേകത? സാധാരണയായി കാവൽ ജോലിക്ക് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ നാളുകളിൽ, എനിക്ക് വേണ്ടപ്പെട്ടതായ ഒരു സഹോദരൻ കഴിഞ്ഞ നാളുകളിൽ പട്ടാളത്തിൽ നിന്നും വിരമിച്ചു, ഇന്ത്യൻ ആർമിയിൽ നിന്നും വിരമിച്ചിട്ട് അദ്ദേഹം അടുത്ത ഒരു ഭാഗത്ത് കേരളത്തിൽ തന്നെ ഒരു നല്ല ഉന്നതമായ ജോലിയിൽ ഭരണത്തിലായിരിക്കുകയാണ്, ഒരു ജോലി ഔദ്യോഗിക ബന്ധത്തിലായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് ഈ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കപ്പോഴത്തേക്ക് ജയിക്കുവാൻ കഴിഞ്ഞത്? അപ്പൊ പറഞ്ഞു, ഞാൻ ക്വാളിഫൈഡ് ആണ്, ആ ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്യപ്പെടുവാൻ തക്കവണ്ണം, കാവൽക്കാരനായി മാറുവാൻ തക്കവണ്ണം ഞാൻ ക്വാളിഫൈഡ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യഹോവ കാവൽക്കാരനായിരിക്കുമ്പോൾ എങ്ങനെയുള്ള ദൈവമാണ്, എങ്ങനെയുള്ള കാവൽക്കാരനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് ഒന്നറിഞ്ഞിരിക്കേണ്ടേ? നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നാം നേരത്തെ വായിച്ച 121-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഉറങ്ങാത്തവൻ മയങ്ങാത്തവനുമായ കാവൽക്കാരൻ. അവൻ ഉറങ്ങാത്തവനായ കാവൽക്കാരനാണ്, അവൻ മയങ്ങാത്തവനായ കാവൽക്കാരനാണ്. എന്തിനാണ് അങ്ങനെ ഒരു പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? നമുക്കറിയാം, കാവൽക്കാരൻ വേണ്ടി വരുന്നത് പകലിലല്ല, മറിച്ച് രാത്രിയിലാണ് നല്ല കാവൽക്കാരൻ വേണ്ടി വരുന്നത്. രാത്രിയിൽ ഏതെങ്കിലും കള്ളന്മാർ കയറി വരുന്നുണ്ടോ? രാത്രിയിൽ ഏതെങ്കിലും വിധത്തിലുള്ളതായ ആപത്തുകൾ കടന്നു വരുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ രാത്രികളിലൂടെ നാം കടന്നു പോകുമ്പോൾ, കഷ്ട സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നല്ല കാവൽക്കാർ ആര് എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പല ദൈവദാസന്മാരും ശുശ്രൂഷകരും വിശ്വാസികളും ഒക്കെ നമ്മുടെ കഷ്ടതയിൽ നമ്മെ വിട്ട് മാറിപ്പോയേക്കാം. എന്നാൽ എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, യഹോവ കാവൽക്കാരനായിരുന്നു കഴിഞ്ഞാൽ രാത്രിയിൽ അവൻ മയങ്ങുകയില്ല, അവൻ ഉറങ്ങാത്തതുമായ കാവൽക്കാരൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നിന്നെ കേൾക്കുമ്പോൾ മറ്റൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നേക്കാം. അങ്ങനെയെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 40-41 വചനഭാഗങ്ങളെ കർത്താവ് പടകിനകത്ത് ഉറങ്ങി എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ സഹോദരി. അങ്ങനെയെങ്കിൽ കർത്താവ് ഉറങ്ങുകയില്ല എന്ന് പറയുന്നത് അതൊരു കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആവത്തില്ലേ? അത് ഒരു വിരുദ്ധമായ പ്രസ്താവന ആയി പോകില്ലേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ, അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന 5-ാം അധ്യായം അതിന്റെ 40-41 വചനഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന പറഞ്ഞുകൊള്ളട്ടെ: നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? അതെ, കർത്താവ് ഉറങ്ങുന്നവനായി പടകിലുണ്ടായിരുന്നാലും മതി, അങ്ങനെയെങ്കിൽ പോലും നിങ്ങളുടെ പടക് മുങ്ങിപ്പോകയില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഉണ്ടോ, കർത്താവ് ഉറങ്ങുകയാണോ മയങ്ങുകയാണോ എന്നുള്ളതല്ല പ്രശ്നം. കർത്താവ് ഉണ്ടോ, ആ പടക് മുങ്ങിപ്പോകുകയില്ല. കർത്താവ് ഉള്ള ജീവിതമാണോ നിങ്ങളുടേത്? പുറത്ത് എന്ത് സംഭവിച്ചു കൊള്ളട്ടെ, കാലാവസ്ഥ മാറിപ്പോകട്ടെ, രോഗങ്ങൾ അധികരിക്കട്ടെ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകട്ടെ, എന്നാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സന്നിഹിതനാണ് എങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തി ആണ് എങ്കിൽ, നിങ്ങളുടെ ജീവിതം നഷ്ടമായി പോകുവാൻ, നിങ്ങളുടെ കുടുംബം നഷ്ടമായി പോകുവാൻ, നിങ്ങളുടെ സഭ നഷ്ടമായി പോകുവാൻ, നിങ്ങളുടെ തലമുറകൾ നഷ്ടമായി പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു മേഖലയിലേക്ക് കടന്നു ചെന്ന് നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അവൻ മയങ്ങാത്തവനായ കാവൽക്കാരൻ, ഉറങ്ങാത്തവനായ കാവൽക്കാരൻ. ജീവിതത്തിൽ നാം മാനുഷികമായ കാവൽക്കാരെ ആക്കി കഴിഞ്ഞാൽ അവർ അല്പനേരം പ്രാർത്ഥിക്കും, കുറെ ദിവസങ്ങൾ ജാഗരിച്ചെന്ന് വരും, അവർ ക്ഷീണിച്ച് അവർ പിന്മാറി പോകുവാൻ ഇടയായി തീരും. എന്നാൽ ഈ യഹോവയെ നമ്മുടെ ജീവിതത്തിൽ കാവൽക്കാരനാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ, ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നത് വരെ, ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ വിജയം പ്രാപിക്കുന്നത് വരെ, ആ മേഖലകളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്
വരുന്നത് വരെ, ദൈവത്തിന്റെ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നത് വരെ ദൈവം നിങ്ങളെ സംരക്ഷിക്കുവാൻ വിശ്വസ്തനത്രേ. ദൈവത്തിന്റെ വലിയ കരം നിങ്ങൾക്കായി വെളിപ്പെടുമാറാകട്ടെ. രണ്ടാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കർത്താവ് വിശ്വസ്തനായ കാവൽക്കാരൻ എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞതായ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം അതിന്റെ 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ അബ്രഹാമിനെ വിശ്വസിച്ചാണ് സാറായി പുറപ്പെട്ടത്. എന്നാൽ ആ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വിശ്വസിച്ചവനായ ഭർത്താവ് വിട്ടിട്ട് പോയപ്പോൾ വിശ്വസ്തനായ ദൈവം അവിടെ ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, വിശ്വസിച്ചവനായ ഭർത്താവ് തന്നെ ഏകയാക്കി കളഞ്ഞിട്ട് പോയപ്പോൾ, മറ്റൊരു സാഹചര്യത്തിലേക്ക് തള്ളിവിടുവാൻ ആ ഭർത്താവ് തന്നെ കാരണക്കാരനായപ്പോൾ വിശ്വസ്തനായ ദൈവം ഇറങ്ങി വരുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കാവൽ എന്ന് പറയുന്നത് അത് വിശ്വസ്തയോടുള്ള കാവലാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നല്ല ഇടയനായ കർത്താവിനെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നതായ ഒരു പദപ്രയോഗമുണ്ട്. നല്ല ഇടയൻ അല്ലാത്ത വ്യക്തിയാണ് എങ്കിൽ അവൻ ശത്രുക്കൾ വരുമ്പോഴത്തേക്ക് ആടിനെ വിട്ടിട്ട് ഓടിക്കളയുമെന്ന്. എന്നാൽ ഇങ്ങനെ ആടിനെ വിട്ടിട്ട് കഷ്ടസമയത്ത് ഓടിക്കളയുന്നതായ ഒരു ദൈവത്തെ അല്ല കേട്ടോ നാം സേവിക്കുന്നത്. അവൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ, ഒരു നല്ല ഇടയനായി നിങ്ങളുടെ ജീവിതത്തിൽ യഹോവയായ ദൈവമാണ് ആയിരിക്കുന്നത് എങ്കിൽ, തീർച്ചയായും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങളോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീരും. അവൻ വിശ്വസ്തനായ ദൈവമാണെന്ന് കാണിക്കുവാൻ ഇടയായി തീരും. സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. 23-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മരണ നിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. ആ ഭക്തൻ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, മരണ നിഴലിൻ താഴ്വര എന്റെ ജീവിതത്തിൽ വരികയില്ല എന്നല്ല ഞാൻ പറയുന്നത്. ചില സമയത്ത് ഭക്തന്മാരായിരുന്നാലും ദൈവസന്നിധിയിൽ വിശ്വസ്തത ആയിരുന്നാലും ഒരുപക്ഷെ മരണ നിഴലിൻ താഴ്വരയിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നാൽ കടന്നു പോകേണ്ടതായ സ്ഥാനങ്ങളിലും എന്റെ ദൈവം എന്നോടുകൂടെ ഇരിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങനെ മരണ നിഴലിന്റെ താഴ്വരയിൽ ഞാൻ പോയാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. എന്റെ പാസ്റ്റർ ഉണ്ടല്ലോ, എന്റെ മാതാപിതാക്കൾ ഉണ്ടല്ലോ, എന്റെ ഭർത്താവ് ഉണ്ടല്ലോ, എന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങൾ ഉണ്ടല്ലോ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഭയപ്പെടേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെതായ ആ തുണയെ ചോദിക്കാമല്ലോ, ദൈവത്തിന്റെ കാവലിനെ നമുക്ക് ചോദിക്കാമല്ലോ, ദൈവത്തിന്റെ സംരക്ഷണത്തെ നമുക്ക് ചോദിക്കാമല്ലോ. കർത്താവേ, ഞാൻ ആയിരിക്കുന്ന സാഹചര്യം അത് ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഞാൻ ആയിരിക്കുന്നതായ സാഹചര്യം അത് ഒരു സംരക്ഷണവുമില്ലാത്ത സാഹചര്യമാണ്. ഉത്തമഗീതത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എന്റെ കാന്ത അവൾ കെട്ടിയടച്ചിരിക്കുന്നതായ ഒരു തോട്ടമാണ് എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ഏതൊക്കെയോ മേഖലകളിൽ നിങ്ങൾ കെട്ടിയടയ്ക്കപ്പെട്ടവരല്ല എങ്കിൽ, രോഗത്തോടുള്ള ബന്ധത്തിലാകട്ടെ, മറ്റ് ഏതെങ്കിലും മേഖലകളാകട്ടെ, കുടുംബജീവിതമായേക്കാം, അല്ലെങ്കിൽ ഔദ്യോഗിക മേഖലകളായേക്കാം, ഒരു സംരക്ഷണമില്ലാതെ നിൽക്കുന്ന മേഖലയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായ മേഖലകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, ദൈവാത്മാവിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, യഹോവ കാവൽക്കാരനായി വെളിപ്പെടുവാൻ പോകുന്നു. യഹോവ കാവൽക്കാരനായി വെളിപ്പെട്ട് കഴിഞ്ഞാൽ നാം ഈ കേട്ടതുപോലെ ദൈവത്തിന്റെ വലിയ കൃപ, വലിയ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ കണ്ണുനീരിന്റെ ഫലം, നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം അത് ദൈവം നിങ്ങൾക്ക് തന്നെ നൽകുവാനായി പോകുന്നു. മറ്റാരും അനുഭവിക്കുകയില്ല. ഈ കോവിഡിന്റെ കാലത്ത് ലോക്ക്ഡൌണിലായിരിക്കുമ്പോൾ കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രാർത്ഥിച്ചത് എന്തായി? സഭാ വളർച്ച ഇനി നടക്കുമോ? കൺവെൻഷനുകൾ ഇനി ലഭിക്കുമോ? ഔദ്യോഗിക പ്രമോഷനുകൾ ഇനി ലഭിക്കുമോ? ടെമ്പററി ആയിട്ടാണ് ജോലിയെ കയറിയത്, അത് ഇനി തുടർന്ന് കൊണ്ടുപോകുവാൻ പറ്റുമോ? കൂലിവേലയ്ക്ക് പോകേണ്ടതായ സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടോ? നാളെ എന്റെ കുഞ്ഞിന്റെ വിവാഹം എന്താകും? ചിട്ടി, ലോണ് അത് എന്താകും? കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്താകും? എല്ലാ ചോദ്യത്തിനും ദൈവത്തിന്റെ കരങ്ങളിൽ ഉത്തരമുണ്ട്. ദൈവം പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ കണ്ണുനീരൊഴുക്കിയതൊന്നും മറ്റുള്ളവർ കൊണ്ടുപോകുകയില്ല, കോവിഡ് കൊണ്ടുപോകുകയില്ല, മറ്റാരുടെയും കരങ്ങളിലേക്ക് അതായി പോകുകയില്ല. കാരണം യഹോവ നിങ്ങൾക്കായി കാവൽക്കാരനായി വെളിപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർ തള്ളിക്കളഞ്ഞാലും ദൈവം കാവൽക്കാരനായി വെളിപ്പെടുന്നു എന്നാണ് രണ്ടാമതായി നാം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതേ സംരക്ഷിക്കേണ്ടതായ വ്യക്തികൾ കഴിഞ്ഞ കാലങ്ങളിൽ തള്ളിക്കളഞ്ഞുവോ? അത് നല്ലതിനാണ്. കാരണം മാനുഷികമായ സംരക്ഷണത്തെക്കാൾ ഉപരിയായി യഹോവ സംരക്ഷിക്കുന്നതാണ് നല്ലത്. യഹോവയുടെ സംരക്ഷണം എന്ന് പറയുന്നത് മാനുഷികമായി ജനം നൽകി തരുന്നതായ സംരക്ഷണത്തെക്കാൾ ഉത്തമമായ സംരക്ഷണമാണ്.
ഉത്തമമായ കാവലാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ പറയട്ടെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നു മുതൽ എന്റെ ജീവിതത്തിന്റെ കാവൽ ഞാൻ മറ്റാരെയും ഏൽപ്പിക്കുകയില്ല, മറിച്ച് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞാൻ പരാതി പറഞ്ഞു, കഴിഞ്ഞ നാളുകളിൽ പലതിനും ഞാൻ വിഷമിച്ചു, കണ്ണീരൊഴുക്കി, അവരെ നോക്കി ഇവരെ നോക്കി, മാനുഷികമായി എന്നെ ആരും സഹായിക്കുന്നില്ലല്ലോ, എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച നെടുവീർപ്പിട്ട പിറുപിറുത്ത അവസരങ്ങളുണ്ട്. ക്ഷമിക്കുമാറാകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവസന്നിധിയിലേക്ക് ദൈവം നിങ്ങളെ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ആക്കി വെച്ചത് ദൈവത്തിന്റെ വലിയ കരത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കുവാനത്രേ. മറ്റുള്ളവർ തള്ളിക്കളഞ്ഞത് ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞതിനെ തെരഞ്ഞെടുത്ത് മൂലക്കല്ലാക്കി മാറ്റുന്നവനാണെന്ന് തെളിയിക്കുവാനത്രേ. കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടുവോ, തകർക്കപ്പെട്ടുവോ, പല കാര്യങ്ങളിലും പിന്തള്ളപ്പെട്ടുവോ, മറ്റുള്ളവർ ഒഴിവാക്കി നിർത്തിയോ, അവഗണിച്ചുവോ, ഈ ദിവസങ്ങളിൽ ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്ത് ബലമുള്ളതെന്ന് തെളിയിക്കുവാൻ പോകുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ നല്ല കർത്താവേ, ദൈവമേ, ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഒരുമിച്ച് കടന്നു വരുന്നു. ഈ വൈകവേളയിൽ കർത്താവെ, അല്പസമയം വചനത്തിൽ നിന്നും ചിന്തിക്കുവാൻ ഞങ്ങൾ എവിടുന്ന് സഹായിച്ച അവിടുത്തെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് കാവൽക്കാരനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. മറ്റു പലരും കർത്താവെ വാഗ്ദത്തങ്ങൾ നൽകിയവർ, ഞങ്ങൾ പ്രതീക്ഷിച്ചവർ, ഞങ്ങൾ വിശ്വസിച്ചവർ പലരും മാറിപ്പോയത് അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. കർത്താവെ, ഈ ദിവസത്തിൽ ഈ വചനം കേട്ടതായ ജനത്തിന്റെ മേൽ അങ്ങയുടെ കാവൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാതൊരു രോഗബാധകളും അവരുടെ കുടുംബങ്ങളെയോ അവരെ തൊടുവാനിടയാകരുത്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കർത്താവെ, ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെ, ഈ മെസ്സേജ് റീച്ച് ചെയ്യുന്ന എല്ലാ വ്യക്തികളെ മുദ്രയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ശക്തനാണ് എന്ന് ഈ വൈകിയ വേളയിൽ അങ്ങയുടെ വചനം പറഞ്ഞിരിക്കുമ്പോൾ അങ്ങ് കാക്കുവാൻ ശക്തനാണ് എന്ന് ഈ വചനപ്രകാരം അങ്ങ് തെളിയിക്കുവാൻ പോകുകയാൽ സ്തോത്രം. അങ്ങയുടെ നാമം മഹിമപ്പെടുവാനിടയായി തീരും. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ, ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്നതായ ജീവിതങ്ങളെ ഈ ദിവസങ്ങളിൽ അങ്ങ് പണിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൊളിഞ്ഞു കിടക്കുന്നതായ അവസ്ഥകൾ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിനാൽ കാവല് ഉള്ളതായ സംരക്ഷിക്കപ്പെടുന്നതായ ഒരു മണ്ഡലത്തിലേക്ക് കർത്താവെ അവർ ഉയർന്നു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ദൈവമേ, കോവിഡ് മൂലമോ മറ്റ് മേഖലകളിലോ ഒക്കെ കർത്താവെ, ദൈവമേ, ഏകനായി തീർന്നതായ വ്യക്തികളെ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ സംരക്ഷണം ആ കുടുംബങ്ങളുടെ മേൽ, ആ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ അവിടുന്ന് നൽകിക്കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.